ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല കളറൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഭംഗിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോഴാണ് നമ്മൾ ലിഫ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പുട്ടിയടിച്ച പോലെയൊക്കെ പോണത്. പക്ഷേ നമുക്കത് എപ്പോഴും ചെയ്യേണ്ട അത്ര സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതങ്ങനെ ചെയ്താലും ഈ കറുപ്പ് നിറം കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ ആദ്യം മാറ്റണം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമുള്ളൂ. നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ ഒരു 2-3 തുള്ളി നീരും ഇച്ചിരി പഞ്ചസാരയും, അത് ഒന്ന് ആക്കാനുള്ള പഞ്ചസാരയും കൂടിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ ചുണ്ടിന് ഇത്രയും കളർ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരം നിന്നിട്ട് കാണിക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടേ കാണിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യണ ആ ഒരു മെത്തേഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് എപ്പോഴും നേച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഞാനങ്ങനെ ലിഫ്റ്റിക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് അത് താല്പര്യമില്ല. പിന്നെ മര്യാദയ്ക്ക് അത് ഇടാനറിയില്ല. അത് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ്. ഇവിടെ മക്കളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമ്മളിതാ നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 2-3 തുള്ളി ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമുക്ക് ഈ ചുണ്ടത്ത് ഇങ്ങനെ ആക്കി കൊടുക്കാം. 5 മിനിറ്റിൻ്റെ നേരത്തെ പണിയുള്ളൂ കേട്ടോ. അത് നമ്മൾ ഇതിപ്പോൾ ഈ ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡിലിരിക്കുന്ന കാരണം കേട്ടോ. നമ്മൾ പുറത്തിരുന്നിട്ട് ഒരു കണ്ണാടൻ്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ചുണ്ടിന് വരുന്ന മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു തുണ്ട് നമ്മുടെ വായിൽ പോയിട്ട് ഒരു കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. എനിക്കിത് ഡെഡ് സ്കിന്നൊന്നും പോകാനില്ല. പക്ഷെ നമ്മുടെ ചുണ്ടിന് നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചുണ്ട് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ അത് ഇത്രയും സമയം കഴിഞ്ഞിട്ടും നമുക്കത് മാറ്റണമെന്നൊന്നുമില്ല. അതവിടെ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കി വരുമ്പോൾ അത് വായിൽ പോയിട്ടായാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ ചെറുനാരങ്ങയുടെ നീരും പഞ്ചസാരയും. അപ്പം ഈ തൊലി ഇങ്ങനെ അടർന്ന് നിൽക്കണ ഒരു പരുവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയിട്ട് നല്ല രസമായിട്ട് വരും. നമ്മുടെ ചുണ്ട് ഭയങ്കര സോഫ്റ്റ്, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡെഡ് സ്കിന്ന് പോകാനായിട്ടുള്ള സിമ്പിൾ ടിപ്പാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ലിഫ്റ്റിക്ക് അല്ല ഉപയോഗിക്കുക, ലിപ് ബാമാണ് ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ തുടച്ചതിന് ശേഷം ഇപ്പോൾ പുറത്ത് കഴുകണമെങ്കിൽ കഴുകാം. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് വീട്ടിലിട്ട് നിൽക്കില്ലല്ലോ, ഇട്ടാലും നല്ലതാണ്. ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. നേച്ചുറലായിട്ടുള്ളൊരു ടിപ്പാണ്. ലിഫ്റ്റിക്ക് പോലെയല്ല ഇന്ന സമയത്ത് അത് മാറ്റി കളയണമെന്നൊന്നുമില്ല. ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്ത് നിൽക്കണ ലിപ് ബാമാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുണ്ടുകൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കതിങ്ങനെ കറുപ്പ് നിറം അങ്ങോട്ട് പോകണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ബാക്കിലൊരു റീസൺ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇത് ചെയ്താൽ തന്നെ ഒരുവിധം ഇപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ ഇത് മാറി കിട്ടും. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിനെ അത് ബാധിക്കും. പിന്നെ പുക വലിക്കുന്ന ചേട്ടന്മാരെ ചുണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ ഒരു കറുപ്പ കളറ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില കുറവിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കാണിക്കും കേട്ടോ. നമ്മൾ വില കുറവാണ്, നല്ല ഷെയ്ഡാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മളിട്ട് നമുക്ക് ചുണ്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ കാണും പലരും. പിന്നെ അത് സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും ഒക്കെ നമ്മൾ ഫുൾ ടൈം ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടുമ്മൽ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ചുണ്ട് നിങ്ങൾക്ക് ആ നേരത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ചുവപ്പ്, നിങ്ങളുടെ ചുണ്ടൊക്കെ നാശമായി പോകും കേട്ടോ. പിന്നെ ആ കളർ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നില്ല.
അങ്ങനെയൊക്കെ നമുക്ക് വരാം. പിന്നെ നമ്മൾ വായ അനക്കണുണ്ടല്ലോ, നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വായ അനക്കിയാലും പക്ഷെ നമ്മളൊരു ചെറുതായിട്ടൊരു ചെറിയൊരു എക്സസൈസ് നമ്മളവിടെ കൊടുത്തിരിക്കണം. അത് സിമ്പിളാണ്. നമ്മുടെ ഈ ചുണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ നിങ്ങൾ കാണിക്കുക വേണ്ടു ഉണ്ടോ. ഒരു 2 മിനിറ്റ് നേരം ഈ ഭാഗത്ത് ഇത് സെൻറ്റർ ഭാഗത്ത് കേട്ടോ ഇതേപോലെ കാണിക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തും ചുണ്ടിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ അവിടെ ഇതേപോലെ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഓരോ പ്രഷർ പോയിന്റുകളാണ് നമുക്ക് ചുണ്ടിന് കുറക്കാൻ പറ്റിയിട്ടുള്ള, അതായത് കറുപ്പ് നിറം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ഇത് 2 നേരം വൈകിട്ടും നമ്മൾ കിടക്കുമ്പോഴായാലും ഈ ഒരു കാര്യം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു 2 മിനിറ്റ് നേരം നമ്മുടെ ചുണ്ടിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിൾ ടിപ്പല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ലിപ് ബാമിൻ്റെ ഒരു ഭംഗിയുണ്ടോ നിങ്ങൾ, ശരിക്കും നമ്മൾ ലിഫ്റ്റ് കിട്ട പോലെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടും കൂടി കിട്ടും കേട്ടോ. കണ്ടോ, ഞാനിതാണ് കൂടുതൽ ഇവിടെ ഉപയോഗിക്കുക. എനിക്ക് മറ്റേതിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ച പോലെയൊക്കെ തോന്നും. പിന്നെ അത് എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ് ലിഫ്റ്റിക്ക് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. ഇതാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഇത് കാണുമ്പോൾ ലിഫ്റ്റിക്ക് ഇട്ട ഒരു പ്രതീതിയും കിട്ടും. നമുക്കറിയാമല്ലോ നമ്മുടെ ചുണ്ടിന് നല്ലൊരു സംരക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ മുഖത്തേക്ക് സൺസ്ക്രീൻ തേക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുണ്ടുമലിക്കും ലിപ് ബാമിൽ സൺസ്ക്രീൻ പറ്റണ ഒരു കാര്യമുണ്ട്. അത് ഞാൻ മുന്നേ ഒരു ചെറിയൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ലിങ്കോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നല്ലതാണ്, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.